ലോകത്ത് പല ഭരണ സമ്പ്രദായങ്ങളുണ്ട്. അതിലേറ്റവും മനോഹരമായത് ജനാധിപത്യം എന്ന് തന്നെയാണ് എൻ്റെ വിഷയം. എല്ലായിടത്തും നടക്കുന്ന ജനാധിപത്യം നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പിന്തുടരുന്നതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രശ്നം, രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നേതാക്കന്മാരെന്ന് പറയുന്നവർ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരാണ്. അവിടെയാണ് അടിസ്ഥാനപരമായി മാറ്റേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ മറ്റ് ജോലികളുള്ള മറ്റു കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുന്നവർ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞേ നോക്കുന്നില്ല. ഇത് വേറെ ആർക്കോ വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ രാഷ്ട്രീയത്തെ അവർ മാറ്റി നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ലോകം കണ്ടിട്ടുള്ള, ലോകത്തെ അറിയാവുന്ന, ലോകത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന പല വിഭാഗത്തിലുള്ള ആൾക്കാരും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നില്ല. രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന വിഭാഗം വേറൊരു വിഭാഗമായി മാറി നിൽക്കുകയാണ്. അവരിലൂടെ മാത്രമാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് വളരുന്നത്. അതിൽ മാറ്റമുണ്ടാവണം. നമ്മുടെ യുവാക്കൾ, നമ്മുടെ വിദ്യാഭ്യാസമുള്ളവർ രാഷ്ട്രീയം എന്തോ, രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് എന്തോ കുഴപ്പമുള്ള ഒരു സംഗതിയാണെന്നൊരു ധാരണ അവരുടെയൊക്കെ ഉള്ളിലുണ്ടായിപ്പോയി. അതിൽ നിന്ന് മാറി നമ്മുടെ വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകണം. പക്ഷേ അതിനാദ്യം ചെയ്യേണ്ടത് രാഷ്ട്രീയം കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മുടെ അടിസ്ഥാന സാധനമുണ്ട്. ആ സാധനത്തെ പൊളിച്ചെഴുതിയില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ പലപ്പോഴും പലരുടെയും മുമ്പിൽ പലതിനും വേണ്ടി നമ്മൾ പലതും മാറ്റി എഴുതി കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടി. അങ്ങനെ പലരുടെയും വരുമാനത്തിൻ്റെ സ്രോതസ്സായി രാഷ്ട്രീയം മാറുമ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കുഴപ്പങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്.